എല്ലാവർക്കും ഇൻസൈറ്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ സുരേഷ് ഗോപി നായകനായി 2006 പുറത്തുവന്ന ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് ചിന്താമണി കൊലക്കേസ്. AK സാജന്റേതായിരുന്നു ഈ സിനിമയുടെ തിരക്കഥ. പിന്നീട് ചിന്താമണി കൊലക്കേസിന്റെ ഒരു രണ്ടാം ഭാഗം വരുമെന്ന് ഷാജി കൈലാസ് തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും ആ ഒരു കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ചിന്താമണി കൊലക്കേസിന്റെ രണ്ടാം ഭാഗം അണിയറയിൽ ഒരുങ്ങുന്നു. നിലവിൽ പുറത്തുവരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഷാജി കൈലാസ് ആണ് രണ്ടാം ഭാഗവും സംവിധാനം ചെയ്യുന്നതെങ്കിലും തിരക്കഥ AK സാജന്റേതല്ല. പകരം മറ്റൊരു പുതുമുഖ എഴുത്തുകാരനായിരിക്കും ചിന്താമണി കൊലക്കേസിന്റെ തിരക്കഥ ഒരുക്കുക. ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി നമുക്ക് കാത്തിരിക്കാം. ലാലേട്ടന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് റിലീസ് പ്രഖ്യാപിച്ച സിനിമയായിരുന്നല്ലോ അൻവർ റഷീദ് സംവിധാനം ചെയ്ത് 2007 പുറത്തുവന്ന ചോട്ടാ മുംബൈ. ഈ വരുന്ന മെയ് 21 തിയേറ്ററിലേക്ക് എത്താനിരുന്ന ചോട്ടാ മുംബൈയുടെ റിലീസ് ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ റിലീസിനെത്തി മൂന്നാം വാരത്തിലേക്ക് എത്തിയിട്ട് മികച്ചൊരു കളക്ഷൻ നേടി വരുന്ന തുടരും സിനിമയുടെ കളക്ഷനിൽ ഇടിവ് വരാതിരിക്കാനാണ് ചോട്ടാ മുംബൈയുടെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നത്. പുതിയ റിലീസ് തീയതി ഉടൻ തന്നെ പുറത്തുവരും. ലാലേട്ടനെ നായകനാക്കി തരുമൂർത്തി സംവിധാനം ചെയ്ത് തുടരും സിനിമയുടെ 19 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കാം. ചിത്രം റിലീസിനെത്തി 19 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 99 കോടി രൂപയോളം സ്വന്തമാക്കി കഴിഞ്ഞു. നാളത്തെ കളക്ഷനിലൂടെ കേരളത്തിൽ നിന്ന് മാത്രം 100 കോടി എന്ന നേട്ടത്തിലേക്കും തുടരും എന്ന സിനിമ എത്തിപ്പെടുമെന്ന് ഉറപ്പായി. അങ്ങനെയെങ്കിൽ ആദ്യമായി കേരളത്തിൽ നിന്നും 100 കോടി കളക്ഷൻ നേടുന്ന റെക്കോർഡ് കൂടിയാണ് തുടരും സിനിമയ്ക്ക് ലഭ്യമാവുക. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 19 ദിവസങ്ങൾ കൊണ്ട് 207 കോടിയോളം രൂപ തുടരും ചിത്രം ഇതിനോടകം തന്നെ വേൾഡ് വൈഡ് ഗ്രോസായി സ്വന്തമാക്കിയിട്ടുള്ളത്. മഹേഷ് ബാബുവിനെ നായകനാക്കി SS രാജമൗലി സംവിധാനം ചെയ്തു വരുന്ന SSMB 29 എന്ന സിനിമയുടെ ഭാഗത്തു നിന്നും ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ സിനിമയുടെ സെക്കൻഡ് ഷെഡ്യൂൾ ചിത്രീകരണം നടന്നു വരികയാണ്. SSMB 29 എന്ന സിനിമയ്ക്കുള്ളിൽ വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബൈക്ക് ചേസിംഗ് സീൻ ഉണ്ടെന്നും കടലിൽ നടക്കുന്ന ഒരു വാർ സീൻ 3000-ഓളം ജൂനിയർ ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്നുണ്ടെന്നും മാത്രമല്ല നമ്മൾ ഹോളിവുഡ് സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു ഡൈനോസർ സീൻ പോലും SSMB 29 രാജമൗലി ഉപയോഗിക്കുന്നുണ്ടെന്നുമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആകെ മൊത്തത്തിൽ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ നമുക്ക് SSMB 29 പ്രതീക്ഷിക്കാം. പിന്നെ പലരും കമന്റ് മുഖേന ചോദിച്ചിരുന്നു, മലയാള താരം പൃഥ്വിരാജ് സുകുമാരൻ ഈ ചിത്രത്തിൽ ഉണ്ടെന്ന് പറയുന്നത് സത്യമാണോ എന്നൊക്കെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം പൃഥ്വിരാജ് ഈ സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂൾ ഷൂട്ടിൽ പങ്കെടുത്തതായാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും സിനിമയുടെ ഭാഗത്തു നിന്നും വരുന്ന ഒഫീഷ്യൽ കൺഫർമേഷനായി കാത്തിരിക്കാം. ഇന്ദ്രജിത്ത് സുകുമാരനെയും അനശ്വര രാജനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി ഉറപ്പിച്ചു. ഈ വരുന്ന മെയ് 23 ഈ ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നതായിരിക്കും. ദളപതി വിജയെ നായകനാക്കി H വിനോദ് സംവിധാനം ചെയ്തു വരുന്ന ജനനായകൻ സിനിമയുടെ അവസാനഘട്ട ചിത്രീകരണം നിലവിൽ ചെന്നൈയിൽ വെച്ച് നടന്നു വരികയാണ്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം സിനിമയ്ക്കുള്ള ഫ്ലാഷ് ബാക്ക് സീനിന്റെ ചിത്രീകരണമാണ് മൂവി ടീം നടത്തി വരുന്നത്. മാത്രമല്ല വിജയ് ഫ്ലാഷ് ബാക്ക് പോർഷനിൽ ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് അഭിനയിച്ചു വരുന്നതെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത വർഷം അതായത് 2026 ജനുവരി 10 പൊങ്കൽ റിലീസായിട്ടാവും ജനനായകൻ തിയേറ്ററിലേക്ക് എത്തുക. അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയ്ക്ക് ശേഷം ജിതിലാർ സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനായിട്ടെത്തുമെന്ന് നേരത്തെ തന്നെ വാർത്തകളുണ്ടായിരുന്നു. ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഒരു സൈഫൈ ഏലിയൻ മൂവിയാണ് ഈ സിനിമ തയ്യാറാക്കുന്നതെന്നും മാത്രമല്ല ഈ ചിത്രത്തിന്റെ കഥ നടക്കുന്നത് ഭൂമിക്ക് വെളിയിലുള്ള മറ്റൊരു ഗ്രഹത്തിലാണെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. കേൾക്കുമ്പോൾ ഒരു ഹോളിവുഡ് ലെവൽ ഫീലൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും റൂമറുകളൊക്കെ സത്യമായി മാറട്ടെ. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി ഇന്ദുഗോപന്റെ തിരക്കഥയിൽ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്തു വരുന്ന വിലായത്ത് ബുദ്ധ എന്ന സിനിമയുടെ ടീസർ റിലീസിന് ഒരുങ്ങുന്നു. പൃഥ്വിരാജും ഷമ്മി തിലകനും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിന്റെ ടീസറിന്റെ വർക്കുകൾ മൂവി ടീം നടത്തി വരികയാണ്. ഈ വരുന്ന ജൂൺ മാസം ആദ്യവാരത്തിൽ തന്നെ വിലായത്ത് ബുദ്ധയുടെ ടീസർ പുറത്തുവരും. കുറെ നാളുകളായി ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് മമ്മൂക്ക എന്നാണ് ലൈം ലൈറ്റിലേക്ക് തിരിച്ചു വരികയെന്ന്. MMMN എന്ന മഹേഷ് നാരായണൻ പ്രോജക്റ്റിൽ എന്ന് മമ്മൂക്ക ജോയിൻ ചെയ്യുമെന്നൊക്കെ ഇതിനെപ്പറ്റിയുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് മമ്മൂക്ക തിരിച്ചെത്താൻ ഇനിയും സമയമെടുക്കുമെന്നാണ്. അതിനാൽ തന്നെ MMMN എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പ്ലാനുകൾ മാറ്റിയിട്ടുണ്ട്. മമ്മൂക്കയുടെ പ്രസൻസ് ഇല്ലാത്തതിനാൽ ഈ വരുന്ന ജൂൺ 5 തിയേറ്ററിലേക്ക് എത്താനിരിക്കുന്ന കളങ്കാവൽ എന്ന സിനിമയുടെ റിലീസ് തീയതിയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ടെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തു തന്നെയായാലും ആദ്യം മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്നാണ് നമ്മുടെ അഭിപ്രായം. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്തു വരുന്ന ഒരു ആക്ഷൻ ത്രില്ലർ കോമഡി മൂവിയാണ്
ഭ ഭ ബ അഥവാ ഭയം ഭക്തി ബഹുമാനം. ഷഹീൻ സഫർ, നൂറിൻ ഷെരീഫ് തുടങ്ങിയവരാണ് ഈ ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത്. ദിലീപിനെ കൂടാതെ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ബാലു വർഗീസ്, ബൈജു സന്തോഷ്, മണിയമ്പിള്ള രാജു, തമിഴ് താരം റെഡ്ഡി ക്ലിംസി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ബബ്ബബ എന്ന ചിത്രത്തിൽ ലാലേട്ടനും അഭിനയിക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഈ വരുന്ന 16-ാം തീയതി മുതൽ ലാലേട്ടൻ ഈ ചിത്രത്തിന്റെ ഷൂട്ടിൽ ജോയിൻ ചെയ്യുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമായി അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.